അപ്പോൾ ഒരു ആയത്ത് തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളടുത്തൊന്ന് ഇറാബ് ചെയ്ത് ശ്രമിച്ചാൽ മതി. ശ്രമിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് പഠിയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നലെ സഫാന ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്സത്ത് തീർച്ചയായും, ഇതിൽ ഇൻഡീഡ് വന്നിട്ടില്ല. തീർച്ചയായും ഇസ്സത്ത് പ്രതാപം, ഓണർ, തീർച്ചയായും പ്രതാപം, ലില്ലാഹ് അള്ളാഹുവിനാകുന്നു, ജമീഅൻ എന്നാൽ പൂർണ്ണമായും എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ജമീഅൻ എന്താണെന്ന് ഇൻഷാല്ലാ ഇപ്പം നിങ്ങൾ പഠിക്കേണ്ട, പിന്നീട് പറഞ്ഞുതരാം. എന്നാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, അൽ-ഇസ്സത്ത എന്ന് പറഞ്ഞാൽ പ്രതാപം, ശക്തി, ആദരവ്, അന്തസ്, വിജയം എന്നൊക്കെ പറയാം. ലില്ലാഹ് അള്ളാഹുവിനാണ്, ജമീഅൻ പൂർണ്ണമായും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന നമ്മൾ പഠിച്ചതാണ് ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. ഹർഫു തൗക്കീദിൻ വനസ്ബിൻ, നസ്ബിൻ്റെയും തൗക്കീദിൻ്റെയും ഒരു അക്ഷരമാണ് ഇന്ന എന്നത്. അത് മബനിയാണ്. മബനിയുൻ അലൽ ഫതഹി, അവസാനത്തെ ലെറ്ററിൻ്റെ അന്ത്യസ്വരം ഫതഹയാണ്. ഫതഹയിൽ മബനിയാണ്. നമ്മൾ അതിനിങ്ങനെ ലാ മഹല്ല ലഹു എന്നൊക്കെ പറയൂട്ടാ. ഏതിനെ മബനികളൊക്കെ നമ്മൾ അങ്ങനെ കൂടി പറയും. എറാബിൽ അതിന് സ്ഥാനമില്ല എന്നുള്ള രീതിയിൽ ലാ മഹല്ല ലഹു മിനൽ എറാബി എന്ന് പറയും. പറഞ്ഞു പഠിക്കുന്നത് നല്ലതാണ്. ഇസ്സത്ത എന്നത് ഇസ്മു ഇന്ന മൻസൂബുൻ. ഇന്നയുടെ ഇസ്മുകൾ എപ്പോഴും മൻസൂബായിരിക്കും. ഇസ്മു ഇന്ന മൻസൂബുൻ വ അലാമത്തു നസ്ബിഹി, നസ്ബിൻ്റെ അടയാളം എന്താണ്? ഇസ്സത്ത, താമർബുത്തൻ്റെ മുകളിൽ ഒരു ഫതഹ ഉണ്ട് അല്ലേ, അതാണ് അൽ ഫതഹത്തു ളാഹിറത്തു അലാ ആഖിരിഹി. അതിൻ്റെ അവസാനത്തിൽ വരുന്ന ഫതഹയാണ് എന്തിൻ്റെ? നസ്ബിൻ്റെ അടയാളം. ലില്ലാഹി നമുക്കറിയാം, ലില്ലാഹി എഴുത്തിൽ ഒരു ലാഹി എന്നാണ് തോന്നുന്നെങ്കിലും ലാം ഹർഫു ജെറുണ്ട് അല്ലേ. ലി എന്നത് ഹർഫു ജെറാണ്. ലി എന്നുള്ള ഹർഫു ജെറ്, ലാമുൽ മിൽക്കി അല്ലെങ്കിൽ ലാമുൽ ഇസ്തിഹാഖ് ആണത്. അതിപ്പോൾ പഠിക്കണമെന്നില്ല. അപ്പോൾ ആ ലാം എന്താണ്? ഹർഫു ജെറാണ്. ഹർഫു ജെറാണ് യഥാർത്ഥ അവകാശി. ഹർഫു ജെറാണ് ലാം. അപ്പം ലാമു ഹർഫു ജെറിൻ മബനിയുൻ അല സുക്കൂനി. ലി എന്ന് പറഞ്ഞാൽ ലില്ലാഹി സുക്കൂനല്ലല്ലോ അല്ലേ, അല്ല കെസരി. ഞാൻ പറഞ്ഞത് തെറ്റിയതാണ് കേട്ടോ. കെസരി. ലി എന്നുള്ളത് ഹർഫു ജറാണ്, മബനിയാണ്, കെസറയിൽ മബനിയാണ്. ഹർഫു ജറിൻ മബനിയുൻ അലൽ കെസരി. ഈ ഹർഫിനൊക്കെ നമ്മൾ ലാ മഹല്ല ലഹു മിനൽ ഇറാബി എന്നൊക്കെ പറയും കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടെന്നുള്ളൂ. അങ്ങനെ പറഞ്ഞു പഠിക്കുന്നത് നല്ലതാണ്. ലാം അള്ളാഹു എന്നുള്ളതിൻ്റെ നമ്മളെപ്പോഴും പറയുമ്പോൾ ഇസ്മുൽ ജലാല അല്ലെങ്കിൽ ലഫ്ദുൽ ജലാല. പിന്നെ എന്താ? ഹർഫു ജറിന് ശേഷം വരുന്ന ഇസ്മുകളെല്ലാം മജ്റൂറുകളായിരിക്കും. ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർഹി അൽ കസ്റത്തുൽ ലാഹിറ. ജറിൻ്റെ അടയാളം അള്ളാഹു എന്ന പദത്തിന് കെസ്റ വന്നതാണ്. കസ്റത്തുൽ ലാഹിറ അലാ ആഖിരിഹി, അതിൻ്റെ അവസാനത്തിൽ. പിന്നെ ലില്ലാഹി എന്നുള്ളത് ജാറുൻ വ മജ്റൂറുൻ, അത് ജാറുൻ വ മജ്റൂറുനാണ്. പിന്നെ അതുകൂടാതെ ഖബറു ഫി മഹലി റഫ്ഇൻ ഖബറു ഇന്ന, ഇന്നയുടെ ഖബറാണത്. ഇന്നൻ്റെ ഇസ്മ ഇസ്സത്തയാണെങ്കിൽ ലില്ലാഹി ജാറുൻ വ മജ്റൂറുൻ ഖബറു ഇന്ന, ഇന്നയുടെ ഖബർ ജാറുൻ വ മജ്റൂറുനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം മുബത്തദയും ഖബറും എല്ലായ്പ്പോഴും മർഫു ആയിരിക്കും. ജാറുൻ വ മജ്റൂറുനാകുമ്പോൾ റഫ് കാണുന്നുണ്ടോ? ദൊമ്മയോ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ പറയണം ഫി മഹല്ലി റഫ്ഇൻ എന്നും കൂടി പറയണം. ഫി മഹല്ലി റഫ്ഇൻ ഖബറു ഇന്ന, ഫി മഹല്ലി റഫ്ഇൻ ഖബറു ഇന്ന. പിന്നെ ഇതിൽ ഞാൻ മുത്തല്ലിക്കാര്യങ്ങളൊന്നും നോക്കണ്ട കേട്ടോ. ജമീ എന്നുള്ളത് ഒരു ഹാലാണ് കേട്ടോ, ഒരു അവസ്ഥ. അത് ഇൻഷാല്ലാ പിന്നീട് പഠിപ്പിച്ചു തരാം കേട്ടോ. നസ്ബിൻ്റെ അടയാളം ഫതഹയാണ്. പിന്നെ അതൊരു തൗക്കീദിൻ്റെ അർത്ഥം കൂടി കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ എന്നുള്ള അവിടെ ഒരു തൗക്കീദ് വരുന്നുണ്ട്. ആ ഒരു ഭാഗം ഇൻഷാല്ലാ തൗക്കീദിൻ്റെ ഒരു കാര്യം കൂടി പിന്നീട് പഠിപ്പിച്ചു തരാം. അത് അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോൾ ഒരു തൗക്കീദ് പഠിപ്പിച്ചു തരാനുണ്ട്. ഈ ഇന്നൻ്റെ അപ്പം വരുന്ന വേറൊരു തൗക്കീദും കൂടിയുണ്ട്, അത് പഠിപ്പിച്ചു തരാം. അപ്പം നാളെ നിങ്ങൾ എന്ത് ചെയ്യാം? ഇന്ന വഅദല്ലാഹി ഹഖുൻ എന്നുള്ളത് ചെയ്യാത്തവർ അവർ ചെയ്യാട്ടാ. സൂറത്ത് ഫാത്തിറിൻ്റെ 5-ാമത്തെ ആയത്തിൽ ഇന്ന വഅദല്ലാഹി ഹഖുൻ എന്നിട്ട് നിങ്ങൾ ഇറാബ് ചെയ്തിട്ട് ഇതേപോലെ ഇതാക്കുക കേട്ടോ. ഇന്ന വഅദല്ലാഹി ഹഖുൻ. ഇന്ന് ഞാൻ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞാനിപ്പോൾ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരെണ്ണം, അതെ, ഒരു ഇസ്മുൽ മൻഖൂസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് കേട്ടോ. ഇസ്മുൽ മൻഖൂസ് എന്ന് പറഞ്ഞൊരു തരം ഇസ്മാണ് കേട്ടോ. യഥാർത്ഥത്തിൽ അതായത് അതൊരു തരം ഒരു ഇസ്മാണ്. ആ വാക്കിൻ്റെ അവസാനത്തിൻ്റെ തൊട്ട് മുന്നുള്ള അക്ഷരത്തിന് കെസ്റ, അവസാനത്തതിന് യാ ആയിരിക്കും. അവസാനത്തിന് തൊട്ട് മുന്നുള്ള ലെറ്ററിന് കെസ്റ, അവസാനത്തെ ലെറ്റർ ഇയ. കാലി എന്നൊക്കെ പറയുമ്പോൾ കണ്ടോ, കാലി എന്തുണ്ടായി? അവസാനത്തെ അക്ഷരത്തിന് യാ. ലാസ്റ്റ് ലെറ്റർ ഏതാ? കാലി യാ അല്ലേ.
അവസാനത്തെ തൊട്ട് മുന്നുള്ള ലെറ്ററിൻ്റെ ഹർക്കത്തിന് എന്താ? ദോദിന് കെസ്ര. ഫിഅലു മാലി എന്ന് പറയില്ലേ, മാലി, അൽ മാലി, മാലി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ നമ്മളെ ഫേലു മാലി? നമ്മൾ ഫേലു മാലി എന്നാണ് പറയാറ് അല്ലേ, അല്ലേ പറയാറുള്ളത്? നിങ്ങൾക്ക് 3 അക്ഷരം ഉണ്ടാവും. ബേസിക്കലി ഒരു ക്രിയക്ക് 3 ലെറ്റർ ഉണ്ടാവും അല്ലേ? 3 ലെറ്റർ ഉണ്ടാവും. ഫ കലിമ, ഐൻ കലിമ, ലാം കലിമ. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? 3 അക്ഷരല്ലേ ഒരു മാലിയായിട്ടുള്ള ക്രിയക്ക് ഉണ്ടാവുക? ആണ്. നമ്മൾ അതിൽ നിന്ന് ഇസ്മു ഫായിൽ ഉണ്ടാക്കും അല്ലേ? കതബ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇസ്മു ഫായിൽ ഉണ്ടാക്കുക? കതബ, അവൻ എഴുതി. എഴുതുന്നവൻ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? കാത്തിബുൻ. ആ ശരി. ജഅല, ആക്കി. ആക്കുന്നവൻ ആരാ? ജാഇലുൻ. അങ്ങനെ ഉണ്ടാക്കും അല്ലേ? ആ ഒരു ഫായിലുൻ പാറ്റേണിലല്ലേ നമ്മൾ ഇസ്മു ഫായിൽ ഉണ്ടാക്കുക? ആ ക്രിയ ചെയ്ത ആളെ ഉണ്ടാക്കുക ആണ്. എന്നാൽ ചില ക്രിയകൾക്ക് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂല. എന്താണെന്നറിയോ? നമുക്കറിയാം ഇല്ലത്തിൻ്റെ അക്ഷരം വീക്ക് ലെറ്റേഴ്സ് ഏതൊക്കെയാ? അലിഫ്, വാവ്, യാ അല്ലേ? ഈ വീക്ക് ലെറ്റേഴ്സ് 3ാമത്തെ ലെറ്റർ ആയിട്ട് വരുമ്പോൾ നോക്കിയേ, അപ്പോൾ എന്താ ഉണ്ടാവുക? വീക്ക് ലെറ്റേഴ്സ് 3ാമത്തെ ലെറ്റർ ആയിട്ട് വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. വീക്ക് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് വീക്കാണ്, ദുർബലരാണ്. അവർക്ക് വീക്കാണെന്ന് പറയുമ്പോൾ അവർക്ക് ചില ലെറ്റേഴ്സ്, ചില ഹർക്കത്ത് അവർക്ക് ഇടുന്ന ഇഷ്ടമല്ല. ചില ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഫതഹ, കെസ്ര, ദൊമ്മ. ഈ വീക്ക് ലെറ്റേഴ്സിന് ഫതഹ കുഴപ്പമില്ല. ഫതഹ എന്ന് പറഞ്ഞാൽ അഹഫഫുൽ ഹർക്കത്താണ്, അതായത് ഭാരം കുറവാണ്. അപ്പോൾ ഭാരം ആർക്കൊക്കെ ഉള്ളത്? കെസ്രക്ക് ഭാരമാണ്, കെസ്ര ഭാരമാണ്. ദൊമ്മക്ക് ഭാരമാണ്. ഭാരമില്ലാത്തത് ആർക്ക് മാത്രമുള്ളൂ? ഫതഹക്ക് ഭാരമില്ല. ക്ലിയർ ആയോ? ദൊമ്മക്ക് ഭാരമുണ്ട്, സക്കീലാണ്. സിക്കില് ഭാരമുള്ളതാണ്. സക്കീൽ നമ്മൾ അറിയില്ലല്ലേ, പഠിച്ചിട്ടില്ലേ? അൽ ഹജറു സഖീലുൻ നമ്മൾ 2 3 പഠിച്ചില്ലേ? ഭാരം കൂടിയവര് എവിടെ? മവാസീനിൽ ഭാരം കൂടിയവര് നല്ല ജീവിതത്തിൽ ഈശത്തുറാലിയലാണ് അല്ലേ? ഹഫത്ത് ഭാരം കുറഞ്ഞവരെവിടെ? ഉമ്മുഹു ഹാവിയയിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഖുറാനിൽ. അപ്പോൾ ഭാരം കുറഞ്ഞ ഹർക്കത്തുണ്ട്, ഭാരം കൂടിയ ഹർക്കത്തുണ്ട്. ഫതഹ, കെസ്ര, ദൊമ്മ. ആകെ 3 ഹർക്കത്തേ ഉള്ളൂ. ഫതഹ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ലെറ്റർ ആണ്. ഫതഹ ലൈറ്റ് ലെറ്റർ, ലൈറ്റ് വവൽ സൈഡ്. ഭാരം കുറഞ്ഞ ഹർക്കത്താണ് ആര്? ഫതഹ. കെസ്രയ്ക്കും ദൊമ്മക്കും നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ വീക്ക് ലെറ്റേഴ്സിനുണ്ടല്ലോ, വാവ്, യാ, അലിഫില്ലേ, അതിന് എന്തിനെ താങ്ങൂല? ദൊമ്മനെയും കെസ്രനെയും താങ്ങൂല. താങ്ങൂല. ക്ലിയർ ആയ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ലൈറ്റ് ലെറ്റേഴ്സിന് അതായത് വീക്ക് ലെറ്റേഴ്സ് വാവ്, യാ, അലിഫ്, ആ 3 ലെറ്ററാണ് വീക്ക് ലെറ്റേഴ്സ്. ഇല്ലത്തിൻ്റെ അക്ഷരം. ചിലർ പറയും രോഗം ബാധിച്ചത് എന്നൊക്കെ പറയും. പണ്ടത്തെ മലയാള വ്യാകരണത്തിൽ അങ്ങനെ, അറബി വ്യാകരണത്തിൽ പഴയ രീതിയിൽ പറയുമ്പോൾ രോഗം ബാധിച്ച അക്ഷരം. ഈ അക്ഷരങ്ങൾക്ക് കെസ്രയും ദൊമ്മയും താങ്ങൂല. ഭാരം, സിക്കല്. ഭാരത്തിന് പറയാം സിക്കലാണ്. ഫതഹ താങ്ങും. ഇപ്പം നമ്മൾ കതബ എന്ന് പറയുമ്പോൾ കാത്തിബുൻ എന്നല്ലേ ഉണ്ടാക്കിയത്? ദൊമ്മത്തെയിൻ, ലാസ്റ്റ് ലെറ്ററിന് ദൊമ്മത്തേനല്ലേ കൊടുത്തത് അല്ലേ? ഇപ്പം മഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷ എന്ന് പറഞ്ഞാൽ നടക്കുക എന്നാണ് അർത്ഥം. മീം ഫതഹ ഷീന് കഴിഞ്ഞിട്ട് ഒരു അലിഫാണ് കേട്ടോ, അലിഫ് മക്സൂറ. യാൻ്റെ ഷേപ്പിലുള്ള അലിഫാണ് മഷക്ക്. മഷ എന്ന് പറഞ്ഞാൽ നടക്കുക. മഷ. മീം ഷീന് യാൻ്റെ ഷേപ്പിലുള്ള അലിഫ്. മഷ 3 ലെറ്റർ ഉണ്ട് കേട്ടോ. മഷ ശരിക്കും പറഞ്ഞാൽ ഫതഹ മഷ എന്ന് പറഞ്ഞാൽ അവൻ നടന്നു എന്നാണ് അർത്ഥം. ഹി വാക്ക്ഡ്, അവൻ നടന്നു. ഏതുപോലെ? സഹബ, അവൻ പോയി. സഹബന്റെ ലാസ്റ്റ് ലെറ്റർ എന്താ? ഫതഹ. മഷയാന്ന് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റൂല. മഷയാന്ന് അതെന്താന്ന് അറിയോ? അത് വെയിറ്റ് കൊണ്ടല്ല, അലിഫിന് ഹർക്കത്തിന് ഇഷ്ടമല്ല. അലിഫ് അവസാനത്തെ ലെറ്റർ ഹർക്കത്ത് അലിഫ് വന്നു കഴിഞ്ഞാൽ ഒരു ഹർക്കത്തിനെ മൂപ്പര് സ്വീകരിക്കൂല. മൂപ്പർക്ക് കുറച്ച് ഉതിറൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അവസാനത്തെ തന്നെ ഇതിന് മാഷിയുൻ ഇസ്മു ഫായിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. മാഷിൻ എന്നാണ്. മാഷിൻ, നടക്കുന്നവൻ. മഷ മാഷിൻ. ശരിക്കും പറഞ്ഞാൽ അവിടെ ആരുണ്ട്? ഒരു യാൻ്റെ ഇതിലുള്ള ഒരു അലിഫില്ലേ അവിടെ? ഇസ്മു ഫായിൽ വരുമ്പോൾ 3 ലെറ്ററിൻ്റെ ഇതില്ലേ? പക്ഷെ ആ കെസ്ര ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഷിൻ എന്ന് പറഞ്ഞാൽ കെസ്രത്തെയും ഉദ്ദേശിച്ചിട്ട് നക്കിറ
എന്ന് മാത്രമല്ല അത് ഉദ്ദേശിച്ചത് അവിടെ ഒരു യാ ഉണ്ട്, പകരം വന്നിട്ട് ഇവല് എന്നാണ് പറയുക. തെൻവീൻ ഇവലാണ്. മാഷിൻ, അതിലേക്ക് നമ്മളൊരു അലിഫ്ലാമ് ചേർത്ത് കഴിഞ്ഞാൽ അൽ മാഷി എന്നാണ് പറയുക. അപ്പം യാ തിരിച്ചു വരും. അലിഫ്ലാം ഇട്ട് കഴിഞ്ഞാൽ മൂപ്പര് വരും. പിന്നെ ഇപ്പോൾ വരും മുലാഫ ആകുമ്പോഴും വരും. ഖല എന്ന് പറഞ്ഞാൽ എന്താ? വിധിച്ചു അല്ലേ? വഖല റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചു അല്ലേ? അല്ല എന്തായാലും വഖല റബ്ബുക അല്ല തഅബുദു ഇല്ല അല്ലേ? ഖല വിധിച്ചു എന്ന് പറയും. ഖല, അത് ഖല എന്ന് പറയുമ്പോൾ ഏതൊക്കെ വാക്കാണ്? ഖാഫ്, ബാ, ഒരു അലിഫ് അല്ലെ? ഒരു അലിഫ് മക്സൂർ ഉണ്ട് അല്ലേ? അതിൻ്റെ ഇസ്മു ഫായിൽ എങ്ങനെ? വിധിക്കുന്നവൻ. ഖാലിൻ അല്ലേ? ഖാലിൻ. ആ യാഇന് ആ ഖാലിൻ എന്ന് പറയുമ്പോൾ ബാദ് എഴുതിയിട്ട് കെസ്റത്തൈനാണ് ഇടുക. കസ്റത്തൈനാണ് ഇടുക. അവിടെ യാ ഇടൂല. പക്ഷെ ആ കെസ്റത്തൈന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? അവിടെ ഇവളാണ്, തെന്മീൻ ഇവളാണ്. അതിന് പകരം അവിടെ ഒരു യാ ഉണ്ട് കേട്ടാ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇവിടെ ഒരു യാ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോ എന്നാണ്. എന്നാൽ നമ്മൾ അലിഫ്ലാം ഇട്ട് കഴിഞ്ഞാൽ അൽ ഖാലി എന്നല്ലേ പറയാ? അൽ ഖാലി പറയും, അങ്ങനെയാണ് പറയാ. ഖല, ഖാലി. ഇപ്പൊ ഫിഅലുൻ മാലിൻ എന്നാണ് നമ്മൾ എഴുതുക അല്ലേ? ഫിഅലുൻ മാലിൻ, ദാദിന് കസ്റത്തൈൻ ഇട്ടിട്ടാണ് ഞാൻ എഴുതാറ്. അല്ലെങ്കിൽ അതെന്താ? ഫിഅലുൻ മാലിൻ, മാലിയായ ഫിഅല്. മല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കഴിഞ്ഞു പോയി. മാലിൻ അതിൻ്റെ ഇസ്മു ഫായിലാണ്, കഴിഞ്ഞു പോയവൻ. ഫിഅലുൻ എന്നതിൻ്റെ നഅത്താണ് മാലിൻ എന്നത്. അപ്പം ഫിഅലുൻ ദൊമ്മത്തൈനല്ല, അപ്പം മാലിനും ദൊമ്മത്തൈൻ വരണ്ടേ? പക്ഷേ അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കട മാലിയുൻ എന്നായിരുന്നു. അതിന് പകരമാണ് കെസ്റത്തൈൻ ഇട്ടിട്ടുള്ളത്. അവിടെ ഒരു യാ ഉണ്ട്. എന്നാൽ നമ്മൾ അപ്പം നഅത്താവുമ്പോൾ ഇതിന് ഇറാബിൽ ഇതേപോലെ പിൻപറ്റേണ്ട. പക്ഷേ ഇങ്ങനെ പറ്റൂല. ഫിഅലുൻ എന്നുള്ളത് നക്കിറയാണ്. അപ്പോൾ മാലിനും നക്കിറയാക്കുമ്പോൾ കെസ്റത്തൈനാണ് ഇടുള്ളൂ. എന്നാൽ നിങ്ങൾ അൽ ഫിഅലുൽ മാലി എന്ന് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് എഴുതും? അൽ ഫിഅൽ അലിഫ്ലാം ഇട്ട്. അപ്പോൾ ഇതിനും അലിഫ്ലാം ഇട്ട് അൽ മാലി. അപ്പോൾ യാ തിരിച്ചു വന്നു ഇല്ലേ? അൽ ഫിഅലുൽ മാലി തിരിച്ചു വന്നു. ഇതുപോലെ തന്നെ ഓരോ വാക്കും ഇതേപോലെ ഉണ്ടാക്കുന്ന ഫേലുകളുടെ ഇസ്മു ഫായിലാണ് ഈ സംഭവം. പക്ഷേ എന്തുണ്ട്? മൂപ്പര് നക്കിറ ആവുമ്പോൾ ആ യാ ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ ഇത് താങ്ങൂല എന്നാണ് പറയുക. പിന്നെ ഏതാ വാക്ക്? ഖാലിൻ, മുഹാമിൻ, വക്കീൽ. മുഹാമിൻ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ്, വക്കീൽ. നക്കിറ ആകുമ്പോൾ ആ യാ ഉണ്ടാവില്ല. ഖുർആനിൽ കുറേ ഉദാഹരണങ്ങൾ ഇട്ടിട്ടോ, ഞാനിപ്പോൾ ഒന്നും നോക്കിയിട്ടില്ല. ജാനിൻ, കൾപ്രിറ്റ്, കുറ്റവാളി. ഏതാ പിന്നെ നിങ്ങൾക്ക് അറിയണ ഏതെങ്കിലും വാക്കുകളൊക്കെ ഒന്ന് പറഞ്ഞേ. റായിൻ, ആട്ടിടയല്ലേ? റായി അലിഫ്ലാം ഉണ്ടാകുമ്പോൾ അതിന് യാ തിരിച്ചു വരും. ഫെമിനിൻ ആക്കുമ്പോഴൊന്നും ഈ പ്രശ്നമില്ല കേട്ടോ. കാലിയത്തുൻ, ആലിയത്തുൻ, ഗാലിൻ, ഇങ്ങനെ തെൻവീൻ വരുമ്പോൾ ഒന്ന് നോക്കിക്കോട്ടെ. ഇതിൻ്റെ ഇസ്മു ഫായിലാണിത്. പിന്നെ ഏതാ? സിയ വേണ്ട, വേറെ എളുപ്പമുള്ളൊരു ഫേല് പറഞ്ഞേ. ഈ അവസാനം ഇല്ലത്തിൻ്റെ അക്ഷരം വരുന്നൊരു ഫേല് പറഞ്ഞാൽ അതുമ്പോഴാണ് നമുക്ക് പൊതുവെ കിട്ടാറുള്ളത്. ദ എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു അല്ലേ? ദ ഇൻവൈറ്റ് ചെയ്തു അല്ലെങ്കിൽ ക്ഷണിച്ചു. അതിൻ്റെ ഇസ്മു ഫായിൽ എങ്ങനെ? ദാഇൻ. അലിഫ്ലാം ഇടുമ്പോൾ അൽ ദാ അദ്ദാഇ യാ ഇടും അല്ലേ? ദ പിന്നെ ഏതാടോ കിട്ടണില്ല. ദ കരയുന്നവൻ. ബക്ക, ബാക്കിൻ, കരയുന്നവൻ. ബക്ക, ജറ, ജാരിൻ, ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ജറ, നടന്നു. ഇതുപോലത്തെ ഇതിനൊക്കെ എങ്ങനെ ഉണ്ടാക്കും? ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇതിൻ്റെ നക്കിറയാകുമ്പോൾ അതിനെ കെസ്റത്തൈനാണ്. എന്നാൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, കെസ്റത്തൈൻ ഇട്ടാലും ആള് പകരം വന്നൊരു കെസ്റത്തൈനാണ് അവിടെ. ഇപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞത്? മറ്റേ ഒരു ആട്ടിടയൻ അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ ഏതാ? ഒരു കാളി വന്നു എന്ന് പറയാന്നിരിക്കാം. വന്നു എന്ന് പറയുമ്പോൾ ദഹബ ഖാലിൻ. ദഹബ പോയാണല്ലേ? ശരി, അല്ലെങ്കിൽ ജാ ഖാലിൻ, കാളി വന്നു. ജാ ഖാലിൻ, ഒരു കാളി വന്നു എന്ന് പറയുമ്പോൾ ജാ ഖാലിൻ, ഒരു കാളി വന്നു, ഒരു ജഡ്ജ് വന്നു. ജാ ഖാലിൻ കെസ്റത്തൈനാണ്. നമ്മളൊന്ന് ആലോചിക്കട്ടെ, ഫായിലല്ലേ? ഫായിലെപ്പോഴും മർഫു ആയിരിക്കണ്ടേ? വേണം. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കാതെ മർഫു ആണ്, റഫിൻ്റെ സ്ഥാനത്താണ്. പക്ഷേ കെസ്റത്തൈൻ ഇട്ട് കഴിഞ്ഞാലും അത് റഫ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഫിഅലുൻ മാലിൻ എന്ന് പറയുമ്പോൾ അവിടെ റഫാണ് കേട്ടോ, മനസ്സിലാക്കുക. അതേ സാധനം ദ ജഡ്ജ്. അപ്പോൾ നമ്മൾ പറയണ്ട
ജാ അൽ ഖാലി. യാ ഇട്ടിട്ട് പറയാം ജാ അൽ ഖാലി. ഇനി പറയുന്നത് മക്കയിലെ കാലി വന്നു. ജാ അ കാലി മക്കത്ത. യാ ഇടണം. ഇത് ഭയങ്കര കൺഫ്യൂഷൻ പറഞ്ഞാണ് കേട്ടോ. നല്ലോണം പഠിക്കാനുള്ള സംഭവമാണിത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചോ. ഇത് ഇങ്ങനെ വരുമ്പോൾ ഇത് നക്കിറയാകുമ്പോൾ കെസറ തൻമീനാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കി വെച്ചോ കേട്ടോ. അതാണ് ഈ ഒരു കാര്യത്തിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അതിന് പറയാ ഇസ്മുൻ മൻഖൂസുൻ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ആ തന്ന നോട്ടൊന്ന് മനസ്സിലായിട്ടുണ്ടോ? അത്ര മതി. നമ്മൾ ലെസണിൽ പേജ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ ഞാൻ ബുക്കിൻ്റെ പേജ് ഇട്ടിട്ടില്ലേ, അതിലൊന്ന് നോക്കിക്കോട്ടോ. അവിടെ കൊടുത്തിട്ടുണ്ട് ഗാലിൻ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ്. ഹാദൽ കിതാബുൽ ഗാലിൻ, ദിസ് ബുക്ക് ഈസ് എക്സ്പെൻസീവ്. കണ്ടോ, ഇവിടെ ഗാലിൻ എന്നത് ഹാദൽ കിതാബ്. ഇവിടെ നമ്മളെങ്ങനെ ഇറാബ് ചെയ്യുക? ഹാദൽ കിതാബു, ഈ പുസ്തകം ഗാലിൻ എക്സ്പെൻസീവാണ്. ഞാൻ പേജ് നമ്പർ 14 ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലത്തേണ് ഞാൻ വായിക്കുന്നത്. ഹാദൽ കിതാബു ഗാലിൻ, ദിസ് ബുക്ക് ഈസ് എക്സ്പെൻസീവ്. ഹാദ ഇസ്മുൽ ഇഷാറ മുബ്തദ, അൽ കിതാബു ബദൽ, ഗാലിൻ ഖബർ അല്ലേ. ഗാലിൻ എന്നുള്ളത് ഖബറാണ്. അപ്പോൾ ഖബർ എങ്ങനെ വന്നിരിക്കണം? ഒറ്റ വാക്കായിട്ട് വന്നിരിക്കണം. ഒറ്റ വാക്കായിട്ട് വരുമ്പോൾ ഖബർ മർഫൂ ആവണ്ടേ? വേണ്ടേ? ഗാലിയുൻ എന്നൊക്കെയല്ലേ വരേണ്ടത്. പക്ഷെ ഇവിടെ ഗാലിൻ എന്നാണ് വന്നിരിക്കുന്നത്. അത് മജ്റൂറല്ല. കെസ്റത്തേൻ കാണുമ്പോൾ നിങ്ങൾ ജെറിൻ്റെ അടയാളമായ കെസ്റത്തേനാണെന്ന് വിചാരിക്കരുത്. അത് മർഫു ആണ്. അതിൻ്റെ ഒറിജിനലി ഗാലിയുൻ എന്നാണ്. യാ അതിൻ്റെ കൂടെ യാ അലോങ് വിത്ത് ദൊമ്മയാണ്. അത് ആ ദൊമ്മനെ ഹാസ് ബീൻ ഒമിറ്റഡ് ആൻഡ് ദ നൂൻ ഓഫ് തെൻവീൻ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ടു ദ പ്രെസീഡിങ് ലെറ്റർ ഗാലിയുൻ. അതായത് അതിന് പകരമാണ്, ആ യുന്നിന് പകരമാണ് എന്ത് വന്നിട്ടുള്ളത്? കെസ്റ തൻവീൻ വന്നിട്ടുള്ളത്. കാരണം എന്താണെന്നറിയോ? ഗാലിയുൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൊമ്മ തൻവീനല്ല, അതിന് ഭാരമാണ്, താങ്ങൂലാന്ന്. ഇയാൾക്ക് ദൊമ്മ താങ്ങൂല. അപ്പോൾ ഏതൊക്കെ താങ്ങാത്തത്? ഭാരമുള്ളത് ദൊമ്മയും കെസ്റയും താങ്ങൂല. കെസ്റയും താങ്ങൂല. അപ്പോൾ എന്ത് ചെയ്ത്? ലെറ്ററിനെ തന്നെ മാറ്റിക്കളഞ്ഞ്. എന്നിട്ട് ആ കെസ്റത്തേന് അല്ല അത് എവിടെ കൊടുത്തു? ഇതിന് കൊടുത്തു. യാഇന് മാച്ചായ ഒരു ഹർക്കത്ത് ലാമിന് കൊടുത്തു. അവിടെ കൊടുത്തില്ല. ഉദാഹരണം കൊടുത്തിട്ട് മൊഹാമിൻ എന്ന് പറഞ്ഞാൽ എ ലോയർ. മൊഹാമിയുൻ എന്നാണ്. എന്നാൽ ഇവിടെ കൊടുത്ത് അന മൊഹാമിൻ, ഐ എം എ ലോയർ. കണ്ടോ? ഖാലിൻ എ ജഡ്ജ്. നക്കിറ ആകുമ്പോൾ മാത്രമാണ് കേട്ടോ. അല്ലാത്തപ്പോഴൊക്കെ ഈ തിരിച്ചു വരെ ഖാലിയുൻ എന്നായിരുന്നു. പക്ഷെ ഇവിടെ അബി ഖാലിൻ, മൈ ഫാദർ ഈസ് എ ജഡ്ജ്. വാദിൻ താഴ്വര. അവിടെ വാദിയുൻ എന്നാണ്. പക്ഷെ ഇവിടെ നക്കിറ ആകുമ്പോൾ ഹാദ വാദിൻ, ദിസ് ഈസ് എ വാലി. യു വിൽ ലേറ്റർ ലേൺ മോർ അബൌട്ട് ദ ക്ലാസ് ഇൻഷാ അല്ലാഹു തആല. ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? ഇതിന് ഒറിജിനലി ഒരു യാ ഉണ്ടായിരുന്നു. മാലിൻ, ഫേലുൻ മാലിൻ, അതിൻ്റെ ഒറിജിനലി ഒരു യാ ഉണ്ടായിരുന്നു. നക്കിറയാകുമ്പോൾ ആ യാ നമുക്ക് കാണാൻ പറ്റൂല. പകരം 2 തൻവീൻ, കെസ്റ തൻവീനാണ് കൊടുക്കുക. നക്കിറയാകുമ്പോൾ കെസ്റ തൻവീൻ കൊടുക്കും. ഇങ്ങനത്തെ ഫേലുകൾക്ക്, ഇങ്ങനത്തെ ഇസ്മുകൾക്ക് അതിനെ ഇസ്മുൻ മൻകൂസുൻ എന്നാണ് പറയുന്നത്. ഖാലി എന്നൊക്കെ പറയുമ്പോൾ ഒരു യാ ഉണ്ടായിരുന്നു. പക്ഷേ നക്കിറയാകുമ്പോൾ ആ യാഇനെ ഒഴിവാക്കിയിട്ട് ഖാലി എന്ന് പറയുമ്പോൾ ഖാലിയുൻ എന്നാണ് വരേണ്ടത്. അപ്പോൾ യാക്ക് ദൊമ്മത്തേൻ താങ്ങൂല. അപ്പോൾ ദൊമ്മത്തേനും യാവും കളഞ്ഞിട്ട് കെസ്റ തൻവീൻ കൊടുത്തു. കെസ്റ തൻവീൻ, യാഇന് മേച്ചായ കെസ്റ തൻവീൻ കൊടുത്തു. ഖാലിൻ എന്നാക്കി മുഹാമിൻ. എന്നാൽ ഇത് മാരിഫയാകുമ്പോൾ ആ യാ തിരിച്ചു വരും. ഖാലി ഹർക്കത്ത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോഴും ഹർക്കത്ത് കൊടുക്കൂല. തിരിച്ചു വന്നിട്ട് ഖാലിയുൻ എന്നൊന്നും പറയില്ല, ഹർക്കത്ത് കൊടുക്കൂല, തിരിച്ചു വരും. യാ തിരിച്ചു വരും. അതുപോലെ തന്നെ എന്താവുമ്പോൾ ഫെമിനിൻ ആകുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഖാലിയത്തുൻ എന്നൊക്കെ പറയും. പിന്നെ മുലാഫ് ആകുമ്പോഴും യാ തിരിച്ചു വരും. നക്കിറ ആകുമ്പോൾ മാത്രം കേട്ടോ. മാഷിൻ ആകെ ഇൻഷാ അല്ലാ കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. പിന്നെ നമ്മൾ നമ്പർ പഠിച്ചതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? നമ്പർ 1ഉം 2ഉം നമ്പർ നാത്തായിട്ട് പഠിച്ച് 3 മുതൽ 10 വരെ എന്തൊക്കെ ആയിട്ട് പഠിച്ചു? 4 റൂള് നോക്കണം അല്ലേ? എന്തായിരുന്നു? എണ്ണപ്പെടുന്നത് മുലാഫിനിലേഹി. പിന്നെ അതത് മുദക്കറാണെങ്കിൽ മഅദൂദ് മുഅന്നസ് ആയിരിക്കണം. കറക്റ്റ്. പിന്നെ ഒന്നുകൂടി ഇല്ലേ? അതിന്റെ ബഹുവചന രൂപമാണ് ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞില്ലേ? മഅദൂദ്
ജമ്മായിരിക്കണം. മഅദൂദ് ജമ്മായിരിക്കണം. ബഹുവചന രൂപമാണ് ഉപയോഗിക്കേണ്ടത്. അതൊക്കെ ഓർക്കേണ്ട റൂൾസ് ആലോചിക്കേണ്ട. പിന്നെ 11 പഠിച്ചിട്ടില്ലല്ലോ. ഇല്ല അല്ലേ? 11 ഇവിടെ ഇല്ല, വരുന്നുണ്ട്. അവിടുന്ന് ഇല്ല. മീ അത്തുൻ കേട്ടിട്ടുണ്ടോ? മീ അത്തുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 എന്നാണ്. ഇപ്പം മീ അത്തുൻ എന്ന് പറഞ്ഞാൽ മീം കെസ്ര പിന്നെ ഈ അതിൻ്റെ ഉള്ളിൽ ഹംസ ഇട്ടിട്ടൊക്കെ എഴുതുന്നുണ്ട് പുതിയ അറബി ലിപിയിൽ. നമ്മൾ പഴയ ക്ലാസിക് ലാംഗ്വേജിൽ എങ്ങനെ മീ അത്തുൻ എഴുതുമ്പോൾ മാ എന്നാണ് എഴുതുക. മീ അത്തുന് മീം കെസ്ര ഇട്ടിട്ട് ഒരു അലിഫ് ഇടും. മാ അത്തുൻ എന്നുള്ള രീതിയിലാണ് എഴുതുക. പക്ഷേ മീമിന് കെസ്ര ഇട്ടിട്ട് അലിഫ് ഇട്ടിട്ടാണ് എഴുതുക. മീ അത്തുൻ ആണോ? മീ അത്തുൻ എന്ന് പറഞ്ഞാൽ 100. മീ അത്തുൻ 100. അൽഫുൻ 1000. അൽഫുൻ 1000. മി അത്തുൻ 100. മി അത്തുൻ എഴുതുമ്പോൾ ഒരു അലിഫ് ഉണ്ട്, പക്ഷെ അലിഫ് പ്രൊനൗൺസ് ചെയ്യില്ല. അലിഫ് ഈസ് നോട്ട് പ്രൊനൗൺസ്ഡ്. ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് മി അത്തുൻ എന്നാണ് പറയുന്നത്. ചിലർ ഇൻ സെർട്ടൈൻ അറബിക് കൺട്രീസ് ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ ലൈക്ക് ദ വിത്തൗട്ട് അലിഫ്. അലിഫില്ലാണ്ടും ഇപ്പോൾ എഴുതുന്നുണ്ടെന്ന് ചില അറബിക് കൺട്രികളിലൊക്കെ. ആഫ്റ്റർ ദ 2 നമ്പേഴ്സ്, അതായത് മിഅത്തുനും അൽഫിനും ശേഷം നമ്മൾ എന്താ പറയുക, മഅദൂദ് ഉണ്ടല്ലോ, എണ്ണപ്പെടുന്നത്. ഇപ്പോൾ 100 പുസ്തകം എന്നൊക്കെ പറയുമ്പോൾ മിഅത്തു കിതാബിൻ അങ്ങനെയാണ് എഴുതുക. മിഅത്തു കിതാബിൻ. അൽഫു റിയാലിൻ എന്നാണ് എഴുതുക. ഞാൻ നോട്ട് ഇട്ടുതരാം കേട്ടോ. മിഅത്തു കിതാബിൻ 100 പുസ്തകം. അതിൻ്റെ ഏകവചന രൂപമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇതല്ലേ എന്താ പറയുക, ഏകവചന രൂപമാണ് ഉപയോഗിക്കുന്നത്. അൽഫു റിയാലിൻ 1000 റിയാൽ. ഹാദത്ത് തിൽഫാസു ബി അൽഫി റിയാലിൻ. ഈ ടെലിവിഷന് 1000 റിയാലാണ്. ഇവിടെ അൽഫു മജറൂറാണ്, ബിക്കോസ് ബി എന്ന പ്രിപ്പോസിഷൻ വന്നതുകൊണ്ട്. മിഅത്തുൻ ബി അൽഫി റിയാലിൻ. മിഅത്തുൻ അൽഫുൻ സെയിം ഫോം വിത്ത് ദ ഫെമിനിൻ ആൻഡ് ആണുങ്ങൾക്കായാലും എണ്ണപ്പെടുന്നത് ആണായാലും പെണ്ണായാലും ഒക്കെ മിഅത്തുനും അൽഫിനും മാറ്റമില്ല. അതേപോലെ തന്നെ മൊറബാണ് കേട്ടോ. മിഅത്തി മിഅത്ത എന്നൊക്കെ വരും. മിഅത്തു മിഅത്തി മിഅത്ത. അതായത് ആ ഇതിൽ എന്താണോ വരുന്നത് വാചകത്തിൽ അതിനനുസരിച്ചിട്ട് മാറ്റം വരും. അൽഫു മുസ്ലിമത്തിൻ വ മിഅത്തു താലിബത്തിൻ. 1000 മുസ്ലിം സ്ത്രീകളും പിന്നെ എത്രയാ 100 വിദ്യാർത്ഥിനികളും. അവിടെ അൽഫിനും മിഅത്തിനും മാറ്റങ്ങളില്ല. ഞാൻ നോട്ട് ഉണ്ടായിരുന്നു, നോക്കട്ടെ കേട്ടോ, അയച്ചത്. അൽഫു മിഅത്തു അൽഫു മിഅത്തു. നമുക്കപ്പോൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഇറാബ് ചെയ്തിട്ട് വരിക. അതേപോലെ തന്നെ അതേപോലെ എന്തായിരുന്നു, കിട്ടി മിഅത്തുൻ രണ്ടും മുലാഫായിട്ട് വരും. ശേഷം എണ്ണപ്പെടുന്നത് മുലാഫിനിലേഹി ഏകവചനമായിട്ട് വരും. ആൺ പെൺ വ്യത്യാസമില്ല. പിന്നെ ഒരു വസ്തുവിൻ്റെ വിലയെ സൂചിപ്പിക്കുമ്പോൾ ബി എന്ന ഹർഫു ജർ എണ്ണത്തിൻ്റെ മുന്നിൽ വെക്കും. ഹാദ തിൽഫാസു ബി അൽഫി റിയാലിൻ. നോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് വരിക, മനസ്സിലാക്കിയിട്ട് വരിക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക.